ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഞാൻ നല്ലൊരു രുചികരമായ ഒരു കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കറി തന്നെയാണ്. നല്ല ടേസ്റ്റി കറിയാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഈ സീസണിൽ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ തന്നെയാണ് മിക്കവാറും ഉണ്ടാക്കുക കേട്ടോ. അത് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ടൊക്കെ തന്നെയാണ്. അന്നത്തെ കാലത്തൊക്കെ കൽച്ചട്ടിയിലും വിറകടുപ്പിലൊക്കെയാണല്ലോ ഈ കറി ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനത്തെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇന്നിപ്പം നമ്മൾ ഗ്യാസിലൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അന്നത്തെ കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചക്കക്കുരും കുമ്പളങ്ങയൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചക്കക്കുരു എടുത്തു. ചക്കക്കുരു നല്ല ചക്കക്കുരു നോക്കിയിട്ട് ഞാൻ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോള മാത്രമേ കളയുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ മുകളിലുള്ള പോള നന്നായിട്ട് കളയണം കേട്ടോ. പോള കളഞ്ഞ് അതിൻ്റെ അടിയിലുള്ള മഷി കളയുന്നില്ല. മഷിയിലാണ് ധാരാളം ചക്കക്കുരുവിൻ്റെ വിറ്റാമിൻ ഇരിക്കുന്നത്. അത് ആ ബ്രൗൺ കളറിലുള്ള മഷി എന്നാണ് നമ്മൾ പറയുക. ആ ബ്രൗൺ കളറിലെ തൊലി കളയാൻ പാടില്ല. അതിൻ്റെ പോള മാത്രമേ കളയാൻ പാടുള്ളൂ. ഒരു ചക്കക്കുരു ഞാൻ 4 ആക്കി ഇങ്ങനെ നുറുക്കിയിട്ടോ. കുറച്ച് ചക്കക്കുരു നുറുക്കിയെടുത്തു. അതിന് ശേഷം ഒരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു. കുമ്പളങ്ങയും വെട്ടി തന്നെ ഉണ്ടായിരുന്ന കുമ്പളങ്ങയാണ്. അപ്പോൾ അത് നല്ലപോലെ മൂത്ത കുമ്പളങ്ങയാണ്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ചോറൊക്കെ കളഞ്ഞു. അത് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ നുറുക്കിയിട്ടോ. അപ്പോൾ ചക്കക്കുരും കുമ്പളങ്ങയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയ്ക്ക് ചക്കക്കുരും കൂടി ആകുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. ചക്കക്കുരും കുമ്പളങ്ങയൊക്കെ നല്ലപോലെ നുറുക്കി നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ. നന്നായി കഴുകി കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കാൻ പോകുന്നത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഈ ചക്കക്കുരുനും കുമ്പളങ്ങയൊക്കെ കുറച്ച് വേവുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുക്കറിലിട്ട് വേവിക്കുന്നത്. അതുകൊണ്ട് കഴുകി കഷ്ണങ്ങളൊക്കെ ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അതിനുശേഷം സാധാരണ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം കഷ്ണം വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കഷ്ണം വേകുമ്പോഴേക്കും നമുക്ക് ഒരു മാങ്ങയും കൂടി ചേർക്കണം അതിൽ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ ഇപ്പോൾ തന്നെ പൊട്ടിച്ച് കൊണ്ടുവന്നതാണ്. മാങ്ങ പൊട്ടിച്ചുകൊണ്ട് നല്ലപോലെ കഴുകി തുടച്ച് അതിൻ്റെ തൊലി ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കുമ്പളങ്ങയും ചക്കുവിൻ്റെ കൂടെ നമ്മൾ ഈ മാങ്ങ കഷ്ണം കൂടി ഇട്ട് വേവിക്കുമ്പോൾ നല്ലൊരു കറി തന്നെയാണ്. മാങ്ങ ഞാനിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ നീളത്തിൽ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മാങ്ങ മുഴുവനും എടുത്തില്ല, ഒരു കഷ്ണം ബാക്കി വെച്ചു. ഒരു 1/4 ഭാഗം മാങ്ങ ഞാനിങ്ങനെ എടുത്തു കേട്ടോ. മാങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കി. ചക്കക്കുരും കുമ്പളങ്ങയും കൂടി വെക്കുമ്പോൾ അതിൽ മാങ്ങ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. പുളിയേക്കാളും നല്ല സ്വാദാണ് ഈ മാങ്ങ ഇട്ട് വെക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ട് മാങ്ങ ഞാനിങ്ങനെ നുറുക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന കുക്കറിൽ വെച്ചിരുന്ന കുമ്പളങ്ങയും ചക്കക്കുരൊക്കെ നല്ലപോലെ വെന്തു കേട്ടോ. പകുതി മുക്കാലും വെന്തു. ഇനി നമുക്കതിൽ കൂടെ മാങ്ങയും കൂടിയും ചേർത്ത് വേവിക്കണം. മാങ്ങ പെട്ടെന്ന് വേവുന്നതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ നിന്ന് കറി വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് വീഡിയോ പിടിക്കാൻ ബുദ്ധിമുട്ടാവുന്നു. കുക്കർ കാണാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിലേക്ക് പകർത്തിയത്. അതിനുശേഷം നമ്മൾ നല്ലപോലെ തിളച്ചപ്പോൾ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരുന്ന മാങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ മാങ്ങയും കഷ്ണം കൂടി നല്ലപോലെ നമുക്കൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. ആ മാങ്ങ കൂടി കഷ്ണത്തുമ്മ വേവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലപോലെ മാങ്ങയുടെ പുളിപ്പ് ആ കഷ്ണത്തുമ്മ പിടിക്കണം. അതിന് വേണ്ടി കുറച്ച് നേരം നമുക്കൊന്ന് തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയുള്ള കറിക്ക്. പണ്ടൊക്കെ മിക്കവാറും ഇങ്ങനെയുള്ള കറികളൊക്കെ തന്നെയാണ് ഈ സീസണിൽ ഉണ്ടാക്കുക.
അപ്പം നല്ലപോലെ തിളച്ച് പാകമായിക്കൊണ്ടിരിക്കുന്നുണ്ട് കറി. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, കഷ്ണം ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടാനും. അതിനുശേഷം ഞാൻ ആ ഒരു അരമുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമുറി തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും കൂടി ഞാനത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിൽ നമ്മൾ ആ പാത്രം കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇതാ ആ തേങ്ങ അരച്ച പാത്രം കൂടി നല്ലപോലെ ഒന്ന് പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ തേങ്ങയും കൂടി ഒന്ന് വെന്ത് കിട്ടണമല്ലോ. നല്ല കറി പാകമായി കേട്ടോ. നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ്. കറിയൊക്കെ നല്ലപോലെ പാകമായി വന്നു കേട്ടോ. കുമ്പളങ്ങ, ചക്കക്കുരു, മാങ്ങ, തേങ്ങ അരച്ച കറി. അപ്പോൾ തേങ്ങ അരച്ചതും മസാലയും കഷ്ണങ്ങളും എല്ലാം ഒരുപോലെ വെന്ത് ഒരുപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി ഒന്ന് വറുത്തിടണം കേട്ടോ. കറി വറുത്തിടാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അത് നല്ലപോലെ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തിടുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വെളിച്ചെണ്ണയും നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ചക്കക്കുരും കുമ്പളങ്ങയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വറവിലാണ് കേട്ടോ കറി. വറവിൽ നമ്മൾ വറുത്തിടുന്നതിൽ ഒരു പ്രത്യേക സ്വാദ് തന്നെയുണ്ട് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കറിവേപ്പിലയും കറിവേപ്പിലയും 2 വറ്റൽമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ പൊട്ടിച്ച് കറിയിലേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി കറി തന്നെയായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചക്കക്കുരും കുമ്പളങ്ങയും കൂടി മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെച്ച കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പണ്ട് കാലത്തെ അമ്മമാരെയൊക്കെ ഓർത്തിട്ടുള്ള ഈ കറി നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.